5:45 ഫോൺ വന്നതേനെ എന്നെ ആളേനെ ഒന്ന് കടയിലേക്ക് വിളിച്ചു. അപ്പോൾ അവർ അഡ്രസ്സ് ഇതേനാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ പറയുന്നത്. പിന്നെ ഫോൺ വേറെ ആൾ വാങ്ങിക്കാണ്ട് വിശദമായിട്ട് അവർ ചോദിച്ചു. അപ്പോഴാണ് ആൾ കൊല്ലപ്പെട്ട് പറഞ്ഞത്. അപ്പോഴും എന്നോട് പറഞ്ഞില്ല. മംഗലാപുരം നല്ല ഈ പഴയ സാധനങ്ങളൊക്കെ വാങ്ങി എടുത്ത് വിൽക്കുക, ഇതൊക്കെ തന്നെ. അപ്പോൾ അവന് സ്വന്തമായിട്ട് സ്വതന്ത്രമായിട്ട് ചെയ്യാനുള്ള ഒരു പണി കുറേ കിട്ടിയിട്ടാലേ ഇതല്ല. അവൻ്റെ ഒരു സ്വതന്ത്രമായ ആരെയും ഒന്നും മുഖം നോക്കണ്ട, അതാണ് ചെയ്യാന്നുള്ള ഒരു ഇതാണ്. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അതിനെന്തായാലും പണിയെടുക്കുക, അവന് സ്വന്തമായിട്ട് എങ്ങനെ ചെയ്തെടുക്കുക, അതിൽ വേറൊരാളിൻ്റെ ഇതില്ല, അതെന്തായാലും ചെയ്ത് തീർക്കാം. ഞങ്ങൾക്കിപ്പോൾ ഇതേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ ഇങ്ങനെ ഇത്രയൊക്കെ മൃഗമായി കൊല ചെയ്യപ്പെട്ട് അപ്പോൾ അതിൻ്റെതായ അവൻ വേറൊരാളെ മറ്റുള്ളതിന് പോകുന്നതല്ല, അവൻ്റെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊരു പിന്നെ വേറൊരു അനാവശ്യമൊന്നുമില്ല. ആരും പറയാനും അവനെ കൊണ്ട് നല്ലതേ പറഞ്ഞിട്ടും ഇതുവരെ. എന്നുവെച്ചാൽ മറ്റുള്ളവർ മദ്യപാനം അല്ലെങ്കിൽ മറ്റുള്ളതായാലും ഇതൊന്നുമില്ല. വിശന്നാലും നോമ്പിടിക്കലാണ്. അതിന് ഇത് വിശപ്പൊന്നും ഒരു പ്രശ്നമില്ല. ഇനി എന്തെങ്കിലും കിട്ടിയെന്ന് വെച്ചാൽ കഴിക്കലും ഇല്ല. അങ്ങനെ ഒരു ഇതാണ്. ഇല്ല, കുട്ടികളെ കല്യാണം കഴിച്ചില്ല. അത് അതേമാതിരി പറഞ്ഞ് പറപ്പൂരിൽ താമസക്കാരനായിരുന്ന മൂച്ചിക്കാടൻ അഷ്റഫ് ബാംഗ്ലൂരിൽ വെച്ച് 10-20ഓളം ആളുകളുടെ കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജനാസ ഈ പറപ്പൂർ ചോലക്കുണ്ട് ജുമാ മസ്ജിദിൽ ഇപ്പോൾ ഖബറടക്കിയിട്ടേ ഉള്ളൂ. അതിനുശേഷം ഇവിടെ നാട്ടുകാരും രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഇവിടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ ആൾക്കൂട്ട കൊല സംഭവിച്ചിട്ടുള്ള ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള വിവരങ്ങൾ സമൂഹത്തിൽ പുറത്തു വരേണ്ടതുണ്ട്. ഇതിൻ്റെ കാരണക്കാരായിട്ടുള്ള എല്ലാവരെയും അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനയും അതിൻ്റെ പിന്നിലുള്ള പ്രചോദനങ്ങളെയും പുറത്തു കൊണ്ടുവരികയും മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ സാധാരണക്കാരനായ ഒരു കുടുംബത്തിലെ ചെറുപ്പക്കാരനാണ് അഷ്റഫ്. അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ആൾക്കൂട്ട കൊലയുമായി ബന്ധപ്പെട്ട ആവശ്യമായ നിയമസഹായങ്ങൾ നൽകും. ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകും. രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദങ്ങളും അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളും മറ്റു പ്രതിഷേധങ്ങളും ഈ ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടക്കും. ഏതായിരുന്നാലും ഇതിൻ്റെ കർണാടക സർക്കാർ എങ്ങനെയാണ് ഇത് നോക്കിക്കാണുന്നത് ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും ഉടനെ തന്നെ നാളെ തന്നെ ആക്ഷൻ കൗൺസിൽ ഒരുമിച്ച് കൂടിയിട്ട് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കും. ഞങ്ങളുടെ ആവശ്യം കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ് ആവശ്യമായുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തി ഇതിനാവശ്യമായിട്ടുള്ള നടപടികൾ ആക്ഷൻ എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കർണാടക ഗവൺമെൻറ്റിനോട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ അന്വേഷിച്ച് ഒരു വലിയ സപ്പോർട്ട് തന്നെ കേരള ഗവൺമെൻറ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും അവധാനത ഈ വിഷയത്തിൽ സർക്കാരുകൾ ചെയ്യുകയാണെങ്കിൽ ആവശ്യമായുള്ള ശക്തമായുള്ള പ്രക്ഷോഭ പരിപാടികൾ തന്നെ ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ നടക്കുന്നതാണ്. അത് ഉടനെയുള്ള ദിവസങ്ങൾ ഞങ്ങൾ ആലോചിച്ച് അതിൻ്റെ കാര്യങ്ങൾ അറിയിക്കുന്നതാണ്. നമ്മുടെ നാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരൻ മംഗലാപുരത്ത് സംഘപരിവാർ ശക്തികൾ കൂട്ടം ചേർന്ന് ആക്രമിച്ച് കൊല ചെയ്യപ്പെട്ട സംഭവം വളരെ ഞെട്ടലുളവാക്കുന്ന സ്വഭാവത്തിലാണ് നമ്മൾ ഇന്ന് രാവിലെ കേട്ടത്. വളരെ ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന അവരുടെ കുടുംബം ഇപ്പോൾ വയനാട് പുൽപ്പള്ളി പ്രദേശത്തേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. അവരുടെ ഫാമിലി, അവരുടെ മറ്റ് ബന്ധുക്കളൊക്കെ ഇവിടെയാണുള്ളത്. അവരുടെ മയ്യത്ത് ഇന്ന് ഈ പള്ളിയിൽ ഖബറടക്കി. നമുക്കറിയാവുന്നതുപോലെ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറിൻ്റെ ഗൂഢമായ പല തന്ത്രങ്ങളുടെയും ഒരു പ്രദേശമാണ് മംഗലാപുരം എന്ന് പറയുന്നത്. മംഗലാപുരത്ത് നേരത്തെയും ഇതുപോലെ ധാരാളം അതിക്രമങ്ങൾ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്.
അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഇതിനെ കാണാൻ. ആൾക്കൂട്ട കൊലപാതകങ്ങൾ, പെട്ടെന്ന് സംഭവിച്ച വികാര പ്രക്ഷോഭത്തിൽ നടന്ന കൊലപാതകങ്ങൾ എന്നൊക്കെ വിളിച്ച് ഇതിനെ നിസ്സാരവൽക്കരിക്കുന്നതിന് പകരം ഭരണകൂടത്തിൻ്റെയും സംഘപരിവാർ ശക്തികളുടെ വിവിധ ഇപ്പോൾ പ്രാഥമിക വിവരമനുസരിച്ച് ബജ്രംഗ് RSS പ്രവർത്തകരാണ് ഈ കൊലക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അവർക്ക് എതിരെ ശക്തമായ നടപടിയെടുക്കുവാനും ഇത്തരം കൊലപാതകങ്ങളെ പ്രത്യേക നിയമനിർമ്മാണം നടത്തി തന്നെ കൈകാര്യം ചെയ്യുവാനും ഭരണകൂടങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്.